ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം എന്ന സബ്ജക്റ്റാണ് കേട്ടോ. ഓക്കെ മക്കളെ, മലയാളത്തിൽ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള പാഠഭാഗം നോക്കിക്കേ. എല്ലാ കൂട്ടുകാരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. മിസ് വായിക്കാം. ഇനി നമ്മൾ ചോദ്യം എന്നുള്ളൊരു ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നോക്കിക്കേ മക്കളെ, സ്നേഹവും സമഭാവനയുമെല്ലാം നമ്മുടെ സംഭാഷണത്തിൽ കടന്നു വരണം. ഉറുമ്പിൻ്റെ ചോദ്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ സംഭാഷണത്തിൽ സ്നേഹവും സമഭാവനയും എല്ലാം വേണം അല്ലേ. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഉറുമ്പിൻ്റെ ചോദ്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മളടുത്ത് ചോദിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുന്ന ചെറിയൊരു പോർഷൻ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. നോക്കാം അല്ലേ, എന്താണ് അവിടെ ഉറുമ്പ് ഓരോരുത്തരോടായിട്ട് ചോദിക്കുന്നത് എന്നുള്ള കാര്യം. നോക്കിക്കേ മക്കളെ, ഉറുമ്പ് ആദ്യം തവളയോട് ചോദിക്കുകയാണല്ലേ, എങ്ങോട്ടാണാവോ ഇങ്ങനെ ചാടിച്ചാടി? എന്താ ചോദിച്ചത് മക്കളെ? എങ്ങോട്ടാണാവോ ഇങ്ങനെ ചാടിച്ചാടി എന്ന് ചോദിച്ചു അല്ലേ. ചാടിച്ചാടി അല്ലാതെ പിന്നെ തുഴഞ്ഞു തുഴഞ്ഞു പോണോ? അല്ല പിന്നെ. എന്തായിരുന്നു മക്കളെ നമ്മുടെ തവളയുടെ മറുപടി? ചാടിച്ചാടി അല്ലാതെ ഞാൻ പിന്നെ എങ്ങനെയാ പോണ്ടത്? തുഴഞ്ഞു തുഴഞ്ഞു പോണോ എന്ന് ചോദിച്ചിട്ട് തവള എന്ത് ചെയ്യാണ്? ചാടിപ്പോയില്ലേ. ഓക്കെ മക്കളെ, പിന്നീട് നമ്മുടെ ഉറുമ്പ് ആനക്കുട്ടൻ്റെ പുറത്ത് കയറിയിട്ട് ആരടുത്തേക്കാണ് എത്തിയിട്ടുള്ളത്? നോക്കിക്കേ, ആരോടാണ് ചോദിക്കുന്നത്? ഒരു പക്ഷിയോട് ചോദിക്കുകയാണല്ലേ. എന്താ ചോദിക്കുന്നത്? ഈ പറന്നുള്ള പോക്ക് എങ്ങോട്ടാണാവോ? എന്താ ചോദിച്ചത് മക്കളെ? ഈ പറന്നുള്ള പോക്ക് എങ്ങോട്ടാണാവോ എന്ന് ചോദിച്ചൂലേ. അത് കേട്ടതും നമ്മുടെ കിളി എന്താണ് പറഞ്ഞത്? പറന്നല്ലാതെ നീന്തിപ്പോണോ? ഓരോ ചോദ്യം കേട്ടില്ലേ. എന്താണ് ഉറുമ്പിനോട് മറുപടി പറഞ്ഞത്? ഞാൻ പറന്നല്ലാതെ പിന്നെ നീന്തിപ്പോണോ? ഓരോരോ ചോദ്യം കേട്ടില്ലേ എന്ന് ആര് മറുപടി പറഞ്ഞു മക്കളെ? കിളിയും നമ്മുടെ ഉറുമ്പിനോട് മറുപടി പറഞ്ഞു അല്ലേ. ഓക്കെ മക്കളെ, പിന്നീട് എന്താ സംഭവിച്ചത് നോക്കിക്കേ. അടുത്തത് നമ്മുടെ ഉറുമ്പ് ആരുടെ അടുത്തേക്കാണ് പോയത്? ഇഴഞ്ഞിഴഞ്ഞ് പോകുന്ന പാമ്പിൻ്റെ അടുത്തേക്കാണല്ലേ. എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, ഇഴഞ്ഞിഴഞ്ഞെങ്ങോട്ടാ? രാവിലെ തന്നെ. എന്താ ചോദിച്ചത്? ഇഴഞ്ഞിഴഞ്ഞ് എങ്ങോട്ടാണ് ഈ രാവിലെ തന്നെ നീ പോണത് എന്ന് ചോദിക്കുകയാണല്ലേ. ഓക്കെ, അപ്പം നമ്മുടെ ഉറുമ്പിനോട് എന്താണ് പാമ്പ് മറുപടി പറഞ്ഞിട്ടുള്ളത് നോക്കിക്കേ മക്കളെ. ഈ പാവങ്ങളും ജീവിച്ച് പൊക്കോട്ടെ, അവൻ്റെ ഒരു അഹങ്കാരം. എന്താണ് പറഞ്ഞത്? ഈ പാവങ്ങളും എന്തായിക്കോട്ടെ, ജീവിച്ചങ്ങ് പോയിക്കോട്ടെ അല്ലേ. അവൻ്റെ ഒരു അഹങ്കാരം എന്നാര് പറയാണോ? നമ്മുടെ പാമ്പ് പറയാണല്ലേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ബാക്കി ഭാഗം നോക്കാം. അവസാനം നമ്മുടെ ഉറുമ്പ് എന്താ പറയുന്നത്? ഒരാളോടും ഒന്നും ചോദിച്ചൂടല്ലോ. എന്താ പറഞ്ഞത്? ഒരാളോട് ഒന്നും ചോദിച്ചൂടല്ലോ അല്ലേ. നമ്മുടെ ഉറുമ്പ് ഓരോരുത്തരോടായിട്ട് പോയി ചോദിക്കുകയാണല്ലേ, പാറിപ്പാറി എങ്ങോട്ടാ, ചാടിച്ചാടി എങ്ങോട്ടാ, ഇഴഞ്ഞിഴഞ്ഞ് എങ്ങോട്ടാ എന്ന് നമ്മുടെ ഉറുമ്പ് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും മറ്റു പല രീതിയിലാണ് ഉറുമ്പിനോട് മറുപടി പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ അവസാനം ഉറുമ്പ് പറയണ ഒരാളോട് ഒന്നും തന്നെ ചോദിക്കാൻ വയ്യേ എന്നുള്ള മട്ടിൽ ഉറുമ്പ് പറയുമ്പോൾ നമ്മുടെ ആനക്കുട്ടൻ എന്തോ ഒന്ന് പറയുന്നുണ്ട്. എന്താണ്? കൊടുത്തതേ കിട്ടൂ, വിതച്ചതേ കൊയ്യൂ. എന്താണ് പറഞ്ഞത്? കൊടുത്തതേ കിട്ടൂ, വിതച്ചതേ കൊയ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? കൊടുത്തതേ കിട്ടൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എങ്ങനെയാണോ ഇപ്പം ഒരാളോട് പെരുമാറുന്ന കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ഒരാളോട് പെരുമാറുന്നത് അതിനനുസരിച്ചായിരിക്കും അവർ നമ്മളോട് തിരിച്ചും പെരുമാറുന്നത് അല്ലേ. അങ്ങനെയല്ലേ മക്കളെ ഉണ്ടാവാറുള്ളത്? നമ്മൾ നല്ല രീതിയിൽ ഒരാളടുത്ത് പെരുമാറുകയാണെങ്കിൽ അവർ തിരിച്ചിട്ട് നമ്മളോട് അതേ രീതിയിൽ പെരുമാറും അല്ലേ. അല്ലാതെ നമ്മൾ മോശ സ്വഭാവം എപ്പോഴും കാണിച്ച്, അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിലല്ല മറുപടി പറയുന്നതെങ്കിൽ നമ്മൾ തിരിച്ച് അവരോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും? അങ്ങനെ തന്നെയല്ലേ മറുപടി പറയുക. നല്ല രീതിയിൽ മറുപടി പറയോ? ഇല്ല അല്ലേ. നമ്മൾ എങ്ങനെയാണോ അവരോട് ബിഹേവ് ചെയ്യുന്നത് അതുപോലെയായിരിക്കും, അതനുസരിച്ചായിരിക്കും അവരെന്ത് ചെയ്യുന്നത്? തിരിച്ചും ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ആനക്കുട്ടൻ പറയുന്നത്, കൊടുത്തതേ കിട്ടൂ, വിതച്ചതേ കൊയ്യൂ. അത് പറയുന്ന കേട്ടുന്ന സമയത്ത് മക്കൾക്ക് എന്താ തോന്നിയത് മക്കളെ? കൊടുത്തതേ കിട്ടൂ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഉറുമ്പോ മറ്റുള്ള ജീവികളോട് ഇങ്ങനെയായിരിക്കും അല്ലേ പെരുമാറിയിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ടല്ലേ അവർ തിരിച്ചും നമ്മുടെ ഉറുമ്പിനോട് പെരുമാറുന്നത്. അപ്പോൾ അതായിരിക്കാം ഒരു പക്ഷേ ഇവിടെ ആനക്കുട്ടൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അല്ലേ. നോക്കിക്കേ മക്കളെ, ഇനി നമുക്ക് ആ ഒരു ചോദ്യം എന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചില ചോദ്യങ്ങൾ നമുക്കവിടെ തന്നിട്ടുണ്ടേ. ആദ്യത്തെ ചോദ്യം നോക്കിക്കേ മക്കളെ,
ചോദ്യങ്ങളിൽ നിന്ന് ഉറുമ്പിൻ്റെ സ്വഭാവത്തെപ്പറ്റി എന്തെല്ലാം മനസ്സിലാക്കാൻ കഴിയും? ചോദ്യങ്ങളിൽ നിന്ന് നമ്മുടെ ഉറുമ്പിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നോക്കിക്കേ മക്കളെ, ഉറുമ്പിൻ്റെ എന്ത് സ്വഭാവത്തെ പറ്റിയാണ് നമുക്ക് ആ ഒരു ഭാഗത്തിൽ നിന്ന് മനസ്സിലാവുന്നത്? നോക്കിക്കേ, ഉറുമ്പിൻ്റെ സംഭാഷണങ്ങളിൽ നിന്ന് അവന് അഹങ്കാരമുണ്ടെന്നും മറ്റുള്ളവരെ പുച്ഛത്തോടെ കാണുന്നുണ്ടെന്നും മനസ്സിലാക്കാം. കൂടാതെ ലോകകാര്യങ്ങളെക്കുറിച്ച് ജ്ഞാനമുണ്ടെന്ന ഭാവവും താൻ പറഞ്ഞതാണ് ശരിയെന്ന വിശ്വാസവും പ്രകടമാണ്. അല്ലേ മക്കളെ? നമ്മുടെ ഉറുമ്പിൻ്റെ ആ ഒരു ക്യാരക്ടർ ഇങ്ങനെയല്ലേ നമ്മുടെ പാഠഭാഗത്ത് നമുക്ക് കാണുന്നത്? അവനൊരു അഹങ്കാരം ഉണ്ടല്ലേ, അവൻ്റെ സംഭാഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ അവൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് അവൻ്റെ ഒരു അഹങ്കാരം മനസ്സിലാക്കാനായിട്ട് കഴിയില്ലേ? മറ്റുള്ളവരോടൊക്കെ എന്താണ്, അവരെ വളരെ പുച്ഛത്തോടെയാണ് അവന് നോക്കിക്കാണുന്നത്. അല്ലേ മക്കളെ? എല്ലാവരോടും ആ ഒരു രീതിയിലാണ് ഉറുമ്പ് സംസാരിക്കുന്നത് അല്ലേ? ഓക്കെ മക്കളെ, ഇനി നിങ്ങളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? സ്നേഹവും സമഭാവനയും അനുഭവപ്പെടുന്ന തരത്തിൽ സംഭാഷണം മാറ്റി എഴുതി കാർട്ടൂൺ തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കിക്കുക മക്കളെ, അവിടെ നമ്മുടെ ഉറുമ്പ് മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് ആ ഒരു സംസാരത്തിൽ സ്നേഹമോ സമഭാവനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മക്കളെ? ഉണ്ടോ? ആ രീതിയിലാണോ നമ്മുടെ ഉറുമ്പ് മറ്റുള്ള ജീവികളോട് സംസാരിക്കുന്നത്? അല്ല അല്ലേ? സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടോ? ഒട്ടും ഇല്ല അല്ലേ? അപ്പോൾ മക്കളോട് പറഞ്ഞത് എന്താണ്? സ്നേഹവും സമഭാവനയും അനുഭവപ്പെടുന്ന തരത്തിൽ സംഭാഷണം മാറ്റി എഴുതി കാർട്ടൂൺ തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ ഉറുമ്പ് സംസാരിക്കുന്നത് മക്കൾ എന്ത് ചെയ്യണം? ഒരു കാർട്ടൂൺ രൂപേണ എഴുതി തയ്യാറാക്കണം. നോക്കിക്കുക മക്കളെ, ഇവിടെ ഉറുമ്പ് അവരോട് സ്നേഹത്തോടെ, മറ്റുള്ള ജീവികളോട് വളരെ സ്നേഹത്തോടെയാണ് പോകുന്നത്. എങ്ങോട്ടാ എന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ല രീതിയിലല്ലേ മക്കളെ അവർ മറുപടി പറയേണ്ടായിരിക്കുക? ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പം നമ്മളോട് ഇപ്പം എന്താണ് പറഞ്ഞത്? നമുക്ക് ആ ഒരു സംഭാഷണം മാറ്റി എഴുതാനാണ് അല്ലേ? നോക്കിക്കേ മക്കളെ, ആദ്യം നമ്മുടെ ഉറുമ്പ് നമ്മുടെ തവളക്കുട്ടനെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ തവളക്കുട്ടനോട് അവൻ എന്തായിരുന്നു ചോദിച്ചത്? ചാടി എങ്ങോട്ടായി പോണത് എന്നല്ലേ ചോദിച്ചത്? അതിന് പകരമായിട്ട് അതിൽ കുറച്ച് സ്നേഹവും സമഭാവനയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ ചോദിക്കാം? നോക്കിക്കേ, ഉറുമ്പ് എന്ത് ചോദിക്കും? കൂട്ടുകാരാ, എങ്ങോട്ടാണ് ഇത്ര തിരക്കിട്ട് പോകുന്നത്? ചോദിച്ചൂടെ മക്കളെ? അങ്ങനെ ചോദിച്ചൂടെ? അപ്പോൾ തവളക്കുട്ടൻ എന്ത് പറയും? ഞാൻ ഭക്ഷണം തേടി നടക്കുകയാണ് അല്ലേ? എന്താണ് പറയുക? ഞാൻ ഭക്ഷണം തേടി നടക്കുകയാണ്. പക്ഷേ നമ്മുടെ ചോദ്യം എന്ന ഭാഗത്ത് കണ്ടിട്ടുള്ള തവള എങ്ങനെയായിരുന്നു മറുപടി പറഞ്ഞിട്ടുള്ളത്? ചാടി അല്ലാതെ പിന്നെ ഞാൻ തുഴഞ്ഞാണോ പോകേണ്ടത് എന്നൊക്കെയായിരുന്നു അവന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? കാര്യം എന്തുകൊണ്ടാണ്? നമ്മുടെ ഉറുമ്പിൻ്റെ ചോദ്യവും അത്തരത്തിലായിരുന്നു അല്ലേ? ഓക്കെ, ഇവിടെ ഉറുമ്പ് എന്താണ് ചോദിച്ചിട്ടുള്ളത്? കൂട്ടുകാരാ, എങ്ങോട്ടാണ് ഇത്ര തിരക്കിട്ട് പോകുന്നത് എന്നാണ് അല്ലേ? അപ്പം തവള എന്ത് പറഞ്ഞു? ഞാൻ ഭക്ഷണം തേടി നടക്കുകയാണ്. അപ്പോൾ ഉറുമ്പ് എന്താണ് പറയുന്നത്? ഞാനും അതിനിറങ്ങിയതാണ് അല്ലേ? ഉറുമ്പ് പറയണ ഞാനും എന്ത് ചെയ്യാണ്? ഭക്ഷണം തേടി ഇറങ്ങിയതാണ്. ഓക്കെ മക്കളെ, പിന്നീട് ഉറുമ്പ് ആരെയാണ് കണ്ടിട്ടുള്ളത്? കിളിയാണ് അല്ലേ? ഒരു കുഞ്ഞു കുരുവിയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഉറുമ്പ് കുഞ്ഞു കിളിയോട് ചോദിക്കുകയാണ്, സുഖമല്ലേ കുരുവി ചേച്ചി? എങ്ങോട്ടാണ് തിരക്കിട്ട് പറക്കുന്നത്? എന്താ ചോദിച്ചത്? എങ്ങോട്ടാണ് തിരക്കിട്ട് പറക്കുന്നത് എന്ന് ചോദിച്ചു അല്ലേ? അപ്പോൾ കുരുവി എന്ത് പറഞ്ഞു? ഞാൻ എൻ്റെ കൂട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഉറുമ്പ് പറയാണ്, ശരി, പിന്നീട് കാണാം. അപ്പോൾ ആ രീതിയിൽ സംസാരിച്ചാൽ ഇവരെല്ലാം ഇത്തരത്തിൽ സ്നേഹത്തോടെ നമ്മളോട് തിരിച്ചും പെരുമാറില്ല മക്കളെ? അതേപോലെ മറുപടി പറയല്ലോ. ഓക്കെ, ഇനി അടുത്തത് പാമ്പിനെല്ലായിരുന്നോ കണ്ടത്? പാമ്പിനോട് ഉറുമ്പ് ചോദിക്കുകയാണ്, എവിടെ പോകുന്നു പാമ്പ് ചേട്ടാ? എന്താ ചോദിക്കുന്നത്? എവിടെ പോകുന്നു പാമ്പ് ചേട്ടാ? ഞാൻ ഇര തേടി ഇറങ്ങിയതാണ്. ശരി ചങ്ങാതി, നടക്കട്ടെ. ഉറുമ്പ് പറയാണ്, ശരി ചങ്ങാതി, നീ വന്ന കാര്യം നടക്കട്ടെ എന്ന് ആര് പറയാണ്? ഉറുമ്പ് പറയാണല്ലേ? ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഒരു സംഭാഷണം മാറ്റി എഴുതാവുന്നതാണ് കേട്ടോ. അപ്പോൾ കാർട്ടൂൺ രൂപേണയാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മക്കൾ ഉൾപ്പെടുത്താം. മക്കൾ എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു ഭാഗം കേട്ടോ ഇത്തരത്തിൽ എന്ത് ചെയ്താൽ മതി? അതിലുള്ള കണ്ടൻറ്റ് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അതിലുള്ള ഡയലോഗൊക്കെ മക്കൾക്ക് ഇത്തരത്തിൽ മാറ്റി എഴുതാവുന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ ചോദ്യം എന്നുള്ള പാഠഭാഗം കേട്ടോ. ഈ ഒരു പാഠഭാഗത്ത് എന്താണ് നമ്മളോട് പറയുന്നത്? നമ്മുടെ സംസാരത്തിൽ എന്ത് വേണം മക്കളെ? സ്നേഹവും സമഭാവനയും വേണം അല്ലേ? എങ്കിൽ ആ ഒരു സ്നേഹത്തോട് കൂടിയിട്ടാണ് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ അതേ രീതിയിലായിരിക്കും അവർ നമ്മളോട് തിരിച്ചും സംസാരിക്കുക അല്ലേ? പക്ഷെ അതല്ല, നമ്മുടെ ഉറുമ്പ് ചെയ്ത പോലെ ആ ഒരു രീതിയിലാണ് മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഉറുമ്പിനോട് മറ്റുള്ള ജീവികൾ പെരുമാറിയ പോലെയായിരിക്കും നമ്മളെടുത്തു അല്ലേ? ആ ഒരു കാര്യം മനസ്സിൽ വെക്കുക. അപ്പം നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നല്ല സ്നേഹത്തോടെ അവരെ ബഹുമാനിച്ചുകൊണ്ട് നല്ല സമഭാവനയോട് കൂടിയിട്ട് തന്നെ എന്ത് ചെയ്യുക? സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇനി കൂട്ടുകാരെന്ത് ചെയ്യണം?
ചോദ്യം എന്നുള്ള ആ ഒരു ഭാഗം നന്നായിട്ട് വായിച്ചു നോക്കുക കേട്ടോ. ആ ഒരു പോർഷൻ നന്നായിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു ഭാഗം മക്കൾ എന്ത് ചെയ്യണം, ഗ്രൂപ്പിലോട്ട് വായിച്ച് വോയിസ് അയക്കുകയും വേണം. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ഭാഗത്തോട്ട് പോകാം. നോക്കിക്കേ മക്കളെ, ശരിയായി ഉപയോഗിച്ചില്ലെങ്കിൽ ഭാഷ മറ്റുള്ളവരെ വേദനിപ്പിക്കും. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? ശരിയായി ഉപയോഗിച്ചില്ലെങ്കിൽ ഭാഷ മറ്റുള്ളവരെ വേദനിപ്പിക്കും. കള്ളം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. നോക്കിക്കേ മക്കളെ, കള്ളം പറയണം, കള്ളം പറയാൻ നമ്മൾ പഠിക്കണം. കൊതിയോടെ കഴിക്കാൻ വെച്ച മധുരം കൂടപ്പിറപ്പ് ചോദിച്ചാൽ എനിക്ക് വേണ്ട എന്ന് കള്ളം പറയണം. സ്നേഹമുള്ളവർ വേദനിപ്പിക്കും വിധം സംസാരിച്ച് പിന്നീട് വിഷമമായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് കള്ളം പറയണം. ഒരുപാട് തിരക്കുള്ള സമയത്ത് ഇഷ്ടമുള്ളവർ വിളിച്ചാൽ തിരക്കാണോ എന്നതിന് അല്ല എന്ന് കള്ളം പറയണം. മനസ്സിൽ തിരയടിക്കുമ്പോഴും എതിരെ വന്നയാൾ സുഖമാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് കള്ളം പറയണം. എല്ലാം കഴിഞ്ഞ് ആ ദിവസത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സത്യം പറയാൻ മറക്കരുത്, എൻ്റെ വേദനകളെ ഞാൻ അതിജീവിച്ചു എന്നത്. നിറമുള്ള അക്ഷരങ്ങൾ ഷിഫാന ഷെറി. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത് കള്ളം എന്നുള്ള പാഠഭാഗത്ത്? എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ എന്ത് ചെയ്യണം, കള്ളം പറയണം അല്ലേ. നമ്മൾ കള്ളം പറയണം. എങ്ങനെയാണ് മക്കളെ കള്ളം പറയേണ്ടത്? എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ഞാനത് ചെയ്തില്ല എന്നുള്ളതോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആരുടെ എന്തെങ്കിലും സാധനങ്ങളെല്ലാം എടുത്തിട്ട് നീ എടുത്തോ ചോദിക്കും, ഞാൻ എടുത്തില്ല എന്നുള്ള കള്ളം പറയുന്നതോ, അല്ലെങ്കിൽ നിങ്ങളോട് ഒരാൾ സുഖമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സുഖമാണെങ്കിലും മറ്റ് ചില പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് വലിയ സുഖമൊന്നുമില്ലടാ, ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കള്ളം പറയാറില്ലേ? അങ്ങനെയൊക്കെ കള്ളം പറയണമെന്നാണോ മക്കളെ? അല്ല. നമ്മൾ എപ്പോഴൊക്കെയാണ് കള്ളം പറയേണ്ടത്? അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എപ്പോഴാണ്? നമുക്ക് കഴിക്കാനായിട്ട് നമ്മൾ മാറ്റിവെച്ച മധുരം നമ്മുടെ കൂടപ്പിറപ്പില്ലേ, നമ്മുടെ അനിയനോ അനിയത്തിയോ അല്ലെങ്കിൽ നമ്മുടെ ചേച്ചിയോ ആരെങ്കിലുമൊക്കെ വന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് കഴിക്കാനായിട്ട് അവർ ചോദിക്കുകയാണെങ്കിൽ അവരോട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കള്ളം പറയാം. എന്താണ്? എനിക്ക് വേണ്ട, നീ അത് കഴിച്ചോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, കള്ളം പറയാം അല്ലേ. ആ രീതിയിൽ കള്ളം പറയണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവർ നമ്മളെ വേദനിപ്പിക്കുന്ന വിധം, നമുക്ക് വിഷമമാകുന്ന വിധത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മളോട് സംസാരിക്കുകയാണ്. അങ്ങനെ എല്ലാം അവർ പറഞ്ഞതിന് ശേഷം അവസാനം ഒരു ചോദ്യം ഉണ്ട് അല്ലേ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിഷമായോ എന്ന് ചോദിക്കൂലേ. ആ സമയത്ത് നിങ്ങൾക്ക് വിഷമമായെങ്കിലും നിങ്ങൾ എന്ത് പറയണം? കള്ളം പറയണം. എന്താണ് കള്ളം പറയേണ്ടത്? എനിക്ക് വിഷമമായില്ല എന്ന് കള്ളം പറയണം അല്ലേ. അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് തിരക്കുള്ള സമയത്ത് നമ്മളെ ഇഷ്ടമുള്ള ആളുകളൊക്കെ നമ്മളെ വിളിക്കുകയാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കില്ലേ, തിരക്കിലാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോഴും കള്ളം പറയണം. എന്താണ് കള്ളം പറയേണ്ടത്? തിരക്കിലൊന്നും അല്ല എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം? കള്ളം പറയണം. പറഞ്ഞത് മനസ്സിലായോ മക്കളെ? അതുപോലെ തന്നെ നമ്മൾ ഏറെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയമാണ്, നമ്മുടെ മനസ്സിന് നല്ല ബുദ്ധിമുട്ടുള്ള സമയമാണ്. ആ ഒരു സമയത്ത് എന്ത് ചെയ്യാണ്, ഒരാൾ നിങ്ങളോട് ചോദിക്കുക, സുഖമാണോടാ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം? കള്ളം പറയണം. എന്താണ് കള്ളം പറയേണ്ടത്? എനിക്ക് സുഖമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? കള്ളം പറയണം. പറഞ്ഞത് മനസ്സിലായോ മക്കളെ? നമ്മൾ എന്ത് ചെയ്യണം? കള്ളം പറയണം അല്ലേ. എപ്പോഴാണ്? തെറ്റ് ചെയ്തതിന് ശേഷമാണോ? കുറ്റം ചെയ്ത് കള്ളം പറയുകയാണോ വേണ്ടത്? അല്ല അല്ലേ. ആർക്ക് വേണ്ടിയിട്ടാണ്? മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടില്ലേ. അവരെ സന്തോഷിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കള്ളം പറയണം. ഓക്കെ മക്കളെ, നമ്മുടെ പാഠഭാഗത്തോട്ട് പോവാ. നോക്കിക്കേ, കള്ളം പറയണം. കള്ളം പറയാൻ നമ്മൾ പഠിക്കണം അല്ലേ. കള്ളം നമ്മൾ പറയണം, കള്ളം പറയാൻ നമ്മൾ പഠിക്കുകയും വേണം. എപ്പോഴൊക്കെയാണ്? നോക്കിക്കേ, കൊതിയോടെ കഴിക്കാൻ വെച്ച മധുരം കൂടപ്പിറപ്പ് ചോദിച്ചാൽ എനിക്ക് വേണ്ട എന്ന് കള്ളം പറയണം. എന്താണ് മക്കളെ? എനിക്ക് വേണ്ട എന്ന് കള്ളം പറയണം. സ്നേഹമുള്ളവർ വേദനിപ്പിക്കും വിധം സംസാരിച്ച് പിന്നീട് വിഷമമായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് കള്ളം പറയണം. ഒരുപാട് തിരക്കുള്ള സമയത്ത് ഇഷ്ടമുള്ളവർ വിളിച്ചാൽ തിരക്കാണോ എന്നതിന് അല്ല എന്ന് കള്ളം പറയണം. മനസ്സിൽ തിരയടിക്കുമ്പോഴും എതിരെ വന്നയാൾ സുഖമാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് കള്ളം പറയണം. എല്ലാം കഴിഞ്ഞ് ഒരു ദിവസത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ സത്യം പറയാൻ മറക്കരുത്, എൻ്റെ വേദനകളെ ഞാൻ അതിജീവിച്ചു എന്നത്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാണ് കള്ളം എന്നുള്ള പാഠഭാഗം നമ്മളെടുത്ത് പറയുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, കൂട്ടുകാർക്ക് അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. എന്താണ്? ഒരു ചെടിയുടെ ചിത്രമാണ് തന്നിട്ടുള്ളത് അല്ലേ. ആ ഒരു ചെടിയിൽ കൂടുതൽ ഇലകളൊക്കെ നമുക്ക് കാണുന്നുണ്ടോ?
ഇല്ല അല്ലേ, ആകെ ഒരു ഇലയെ കാണുന്നുള്ളൂ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്കൊരു ചോദ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ആ ഒരു പാഠഭാഗത്തിലെ മറ്റു ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? കളിയായും പൊളി പറയരുത് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. പൊളി എന്നാൽ കള്ളം. കള്ളം പറയുന്നത് ശരിയാണോ? എന്താണ് മക്കളെ പറഞ്ഞത്? കളിയായാലും പൊളി പറയരുത് എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അതായത് നമ്മൾ വെറുതെ തമാശയ്ക്കായാലും അല്ലേ, വെറുതെ കളിക്കാനായിട്ടാണെങ്കിലും എന്ത് പറയാൻ പാടില്ല? കള്ളം പറയരുത് എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. അപ്പം കള്ളം പറയുന്നത് ശരിയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മക്കളുടെ അഭിപ്രായത്തിൽ എന്താണ് മക്കളെ? നമ്മൾ കള്ളം പറയുന്നത് ശരിയാണോ? തെറ്റുകുറ്റങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ കള്ളം പറയുന്നത് എന്താണ്? ശരിയാണോ? ഒരിക്കലും ശരിയല്ല. ആണോ മക്കളെ? അല്ല അല്ലേ. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മൾ കള്ളം പറയുന്നതായിരിക്കും നല്ലത് അല്ലേ മക്കളെ? നമുക്കായാലും മറ്റുള്ളവർക്കായാലും നമ്മൾ കള്ളം പറയുന്നതായിരിക്കും നല്ലത്. അത്തരത്തിലുള്ള കുറച്ച് സിറ്റുവേഷൻസ് ആണ് നമ്മുടെ പാഠഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പം അത്തരം സന്ദർഭത്തിലൊക്കെ കള്ളം പറയുന്നത് ഒരു പക്ഷേ എന്തായിരിക്കാം? ശരിയായിരിക്കാം അല്ലേ. നോക്കിക്കേ മക്കളെ, പൊതുവായി കള്ളം പറയുന്നത് തെറ്റായാണ് കണക്കാക്കപ്പെടുന്നത്. കളിയായും പൊളി പറയരുത് എന്ന പഴഞ്ചൊല്ല് കള്ളം പറയുന്നതിൻ്റെ ദൂഷ്യഫലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ പ്രത്യേകം സന്ദർഭങ്ങളിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാനോ അല്ലെങ്കിൽ വലിയ ദോഷം ഒഴിവാക്കാനോ പറയുന്ന കള്ളങ്ങൾ, ഉദാഹരണത്തിന് കവിതയിൽ പറയുന്ന തരത്തിലുള്ളവ ചിലർ ശരിയായി കണക്കാക്കാറുണ്ട് അല്ലേ മക്കളെ? നമ്മുടെ കവിതയിൽ പറയുന്ന പോലുള്ള സന്ദർഭങ്ങളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് കള്ളം പറയാം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അല്ലാതെ മറ്റുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ കള്ളം പറയാനായിട്ട് പാടുണ്ടോ? ഇല്ല. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അതിലെ മറ്റൊരു ചോദ്യത്തിലോട്ട് പോവാം. നോക്കിക്കേ, കവിതയിൽ നുണ പറഞ്ഞിടത്തെല്ലാം നേരാണ് പറഞ്ഞതെങ്കിലോ? എന്താണ് മക്കളെ പറഞ്ഞത്? കവിതയിൽ ഇപ്പം നുണ പറഞ്ഞിടത്ത സ്ഥലത്തൊക്കെ നേരാണ്, അതായത് സത്യമാണ് പറഞ്ഞതെങ്കിലോ എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ എന്തായിരുന്നു മക്കളെ നമ്മളോട് പറഞ്ഞത്? എന്താണ്? എപ്പോഴാണ് കള്ളം പറയുന്നത്? കൂടപ്പിറപ്പ് വന്നിട്ട് നമ്മൾ കഴിക്കാനായിട്ട് മാറ്റി വെച്ച മധുരം കൊതിയോടെ വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ട എന്നാണ് നമ്മൾ ആദ്യം കള്ളം പറയുന്നത് അല്ലേ. അങ്ങനെയല്ലേ മക്കളെ? അതിന് പകരം അതെനിക്ക് വേണം, അത് ഞാൻ കഴിക്കാൻ വെച്ചതാണ് എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും മക്കളെ? നമ്മുടെ കൂടപ്പിറപ്പിന് അത് ഒരുപാട് വിഷമുണ്ടാക്കുന്ന കാര്യമായിരിക്കും അല്ലേ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കവിതയിൽ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഒരുപാട് തിരക്കുള്ള സമയത്ത് നമ്മുടെ ഇഷ്ടമുള്ള ആളുകൾ നമ്മളെ വിളിച്ചിട്ട് തിരക്കാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ അല്ല എന്ന് പറയണം. അത് നേരെ മറിച്ച് തിരക്കാണോ ചോദിക്കുമ്പോൾ എനിക്ക് നല്ല തിരക്കാണ്, നീ പിന്നെയൊക്കെ വിളിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മൾ കട്ട് ചെയ്താൽ എന്തായിരിക്കും മക്കളെ? അവർക്കത് ഒരുപാട് വിഷമമുണ്ടാക്കൂലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇങ്ങനെ ഓരോ സിറ്റുവേഷൻ എടുത്തിട്ട് മക്കൾ പരിശോധിക്കുക കേട്ടോ. അപ്പം കള്ളം എന്താണ് കവിതയിൽ നുണ പറഞ്ഞെടുത്തെല്ലാം നേരാണ് പറഞ്ഞതെങ്കിലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതിൽ തന്നെ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. കവി പറഞ്ഞതുപോലെ ഈ ചിത്രത്തിലെ ചെടി പറയാനിടയുള്ള കള്ളങ്ങൾ എന്തെല്ലാമായിരിക്കും? എന്താണ് മക്കളെ പറഞ്ഞത്? കൂട്ടുകാർക്ക് അവിടെ ഒരു ചെടി കാണാം അല്ലേ. ആ ചെടിക്ക് എന്താ സംഭവിച്ചത്? അതിൽ ഇലകളെല്ലാം ആര് കഴിച്ചിട്ടുണ്ട്? പുഴു വന്ന് കഴിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ കവി പറഞ്ഞതുപോലെ ഈ ചിത്രത്തിൽ ചെടി പറയാനിടയുള്ള കള്ളങ്ങൾ എന്തെല്ലാമായിരിക്കും? എന്തൊക്കെ കള്ളങ്ങളായിരിക്കും മക്കളെ ഈ ചെടി പറയണ്ടായിരിക്കുക? ഇലകൾക്ക് ഒരു കേടുപാടും പറ്റിയില്ല അല്ലേ. ഇലകൾക്ക് എന്ത് ചെയ്യുക? അതൊന്നും തന്നെ സംഭവിച്ചില്ല അല്ലേ. അതുപോലെ താൻ ഇപ്പോഴും ആരോഗ്യവാനാണ് അല്ലേ. അത് പറഞ്ഞുകൊണ്ട് ഞാൻ നല്ല ഹെൽത്തിയാണ് എന്നുള്ളത് ആർക്ക് പറയാം മക്കളെ? നമ്മുടെ ചെടിക്ക് പറയാം അല്ലേ. അതുപോലെ പുഴു കടിച്ചപ്പോൾ എനിക്ക് വേദനിച്ചിട്ടില്ല അല്ലേ. അതും അവൾക്ക് പറയാലോ, പുഴു കടിച്ചപ്പോൾ എനിക്ക് വേദനിച്ചില്ല, വളർച്ച മുരടിച്ചില്ല, തൻ്റെ ഇലകൾക്ക് നല്ല രുചിയാണ് അല്ലേ. ഇതൊക്കെ ആർക്ക് പറയാവുന്നതാണ്? ചെടിക്ക് പറയാൻ പറ്റുന്ന കള്ളങ്ങളാണ് അല്ലേ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ?